ശബരിമല സ്വർണ്ണമോഷണമാണ് ഇന്നത്തെയും പ്രധാനപ്പെട്ട വാർത്താകേന്ദ്രം. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഇന്ന് ഒട്ടേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സന്നിധാനത്ത് നിന്ന് നിർണായകമായ പരിശോധനയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികൾ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ പരിശോധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എത്തില്ലെന്നാണ് സൂചന. കേസിൽ നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 10 പ്രതികൾക്കും ഇന്ന് തന്നെ നോട്ടീസ് നൽകും. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളും ശക്തമാക്കും. പ്രവീൺ പുരുഷോത്തമനും റഹീസ് റഷീദും TV പ്രസാദും ചേരുന്നുണ്ട് തത്സമയം. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം നമ്മൾ പ്രവീണിലേക്ക് പോകുന്നു. പ്രവീൺ, സന്നിധാനത്ത് ഇന്നിപ്പോൾ കെ.ടി. ശങ്കരൻ എത്തുന്നുണ്ട്. പ്രാഥമികമായ പരിശോധനയാണ് നടത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊക്കെ അവിടെ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്താനുള്ള സാധ്യതയില്ല. ഒരു ഭാഗത്ത് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളും അതിന്റെ റെക്കോർഡുകളും പരിശോധിക്കുന്നു. മറുഭാഗത്ത് SIT അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപട്ടിക തയ്യാർ. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇന്നിപ്പോൾ കെ.ടി. ശങ്കരനും സംഘവും എപ്പോഴാണ് മലകേറി എത്തുക? സന്നിധാനത്തേക്ക് അവരെത്തുമ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടാവാനാണ് സാധ്യത? ഉണ്ണികൃഷ്ണൻ പോറ്റി എത്താനുള്ള സാധ്യത ഉണ്ടോ? പ്രവീൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ഇന്ന് സന്നിധാനത്തേക്ക് എത്തുമോ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതും ഇപ്പോൾ തിരിച്ച് സ്ട്രോങ് റൂമിൽ അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതും അതിനുശേഷം ഉയർന്ന വിവാദങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ അദ്ദേഹം പരിശോധന വിശദമായി നടത്തുന്നു. ഇന്ന് 11 മണിയോടുകൂടി ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അത് സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിന്റെ വിശദമായിട്ടുള്ള പരിശോധന നടത്തും. ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നിർദ്ദേശപ്രകാരം എത്തിയിട്ടുള്ള സ്മിത്ത് അവിടെയുണ്ട്. ഒപ്പം തന്നെ ദേവസ്വം കമ്മീഷണറുണ്ട്, എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ചുമതല വഹിക്കുന്നവരുമൊക്കെ സന്നിധാനത്ത് ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ളൊരു പരിശോധന ഇന്ന് സ്ട്രോങ് റൂമിൽ നടക്കുന്നു. ആ സ്ട്രോങ് റൂമിലെ പരിശോധന അതിന് ശേഷം മാത്രമായിരിക്കും ആറന്മുളയിലെ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തുക. ഈ ശബരിമലയിൽ പ്രധാനപ്പെട്ട വഴിപാടായി ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ആറന്മുളയിലെ ക്ഷേത്രത്തിലെ അവിടുത്തെ സ്ട്രോങ് റൂമിലാണ് പ്രധാനമായും സൂക്ഷിക്കുക. അവിടെയാണ് കൂടുതൽ വസ്തുവകൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു പരിശോധന കൂടി നിർണായകമാണ്. പക്ഷേ അത് ഇപ്പോൾ സന്നിധാനത്തെ ഈ ഒരു പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ആറന്മുളയിലേക്ക് പോകൂ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മഹസർ, ഒപ്പം തന്നെ രജിസ്റ്റർ, സ്റ്റോക്ക്, ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇത് താരതമ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹം, ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ താരതമ്യം ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ആ സ്റ്റോക്കിൽ കുറവ് ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതിക്ക് നൽകുന്ന റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയായിരിക്കും. ഏതായാലും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമില്ല. വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഈ പരിശോധനകൾ എല്ലാം നടത്തുന്നത്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ചുമതല വഹിക്കുന്നവരുമെല്ലാം ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ കൂടെയുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടത്തേക്ക് പരിശോധന പൂർത്തിയായേക്കാം. ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ, ഒപ്പം തന്നെ രജിസ്റ്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ, സ്റ്റോക്ക്, ഇതെല്ലാം കൃത്യമായിട്ടുള്ള പരിശോധന അത് ഇന്ന് പൂർത്തിയായില്ലെങ്കിൽ ഒരു പക്ഷേ നാളെയും സന്നിധാനത്തെ പരിശോധന തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പരിശോധന, സന്നിധാനത്തെ പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ പ്രധാന സ്ട്രോങ് റൂമായിട്ടുള്ള ആറന്മുളയിലേക്ക് പരിശോധന നീളുകയുള്ളൂ. താങ്ക് യു പ്രവീൺ. തുടരുക.